ഹലോ, ആരോ? ആ, അഞ്ജലിയും കൂടെ ഉണ്ടല്ലേ? നിങ്ങളുടെ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ ഒരാളുടെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ജാൻവി അറിയില്ലേ? ഞാൻ ജാൻവിയുടെ അച്ഛനാ. എന്താ രണ്ടുപേരും ഒരു പരിചയമില്ലാത്ത പോലെ നിൽക്കുന്നേ? ഞാൻ നിങ്ങളെ രണ്ടുപേരും പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അങ്കിൾ. ജാൻവി പറഞ്ഞിട്ടുണ്ട്, ആരവ് അധികം സംസാരിക്കില്ല. ആരവിന് വേണ്ടി സംസാരിക്കുന്നത് മുഴുവൻ അഞ്ജലിയാണെന്ന്. അപ്പോ പറഞ്ഞത് ശരിയാണല്ലേ? നിങ്ങളുടെ മകള് എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം അങ്കിൾ, ഇവന് ജാൻവി ഇഷ്ടമല്ല. അത് ജാൻവിയുടെ അടുത്ത് പല തവണ പ്രകടിപ്പിച്ചതാണ്. അത് അവൾക്ക് മനസ്സിലാവാത്തത് ഇവന്റെ കുറ്റമല്ല. ഒരു കാര്യം നിങ്ങളെങ്കിലും മനസ്സിലാക്കണം, ഒരാളെ ശല്യം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അത് മോളെ പറഞ്ഞ് മനസ്സിലാക്കിയാ കുറച്ചുകൂടി നന്നാവും. അത് അഞ്ജലി അല്ലല്ലോ പറയേണ്ടത്, ആരവല്ലേ? ആരോ, അഞ്ജലി പറഞ്ഞത് കറക്റ്റാണോ? നിനക്ക് ജാൻവിയോട് ഒരു ഫീലിങ്സും ഇല്ലേ? അഞ്ജലി എന്താണോ പറഞ്ഞത് അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. എനിക്ക് ജാൻവിയോട് അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇന്നേ വരെ തോന്നിയിട്ടില്ല. ആ കുട്ടിയോട് ഞാനത് പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ആ കുട്ടി എന്നെ വിടാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അങ്കിൾ, പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു ഉപകാരം ചെയ്യണം. മകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ നന്നായിരുന്നു. ഇത്രേ സുന്ദരിയും സർവോപരി ഇത്ര സമ്പത്തിനുടമയുമായ എൻ്റെ മകൾക്ക് എന്തു കുറവാ നിങ്ങൾ രണ്ടുപേരും കണ്ടത്? നിങ്ങൾ എന്തുകൊണ്ടാ എൻ്റെ മകളെ വേണ്ടാന്ന് പറയുന്നത്? അങ്കിൾ, കാശിനും പണത്തിനും സൗന്ദര്യത്തിലല്ല സ്നേഹം ഇരിക്കുന്നത്. സ്നേഹം ഉള്ളിന്ന് വരേണ്ടതാണ്. എനിക്ക് ഇന്നേ വരെ ആ കുട്ടിയോട് അത്തരത്തിലൊരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. അതുകൊണ്ടാ, അല്ലാതെ അവൾക്ക് കാശ് കൂടുതലുണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യമുണ്ടോ? ഇനിയിപ്പോൾ സൗന്ദര്യം ഇല്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും എനിക്ക് ഒരാളോട് ഫീലിങ്സ് തോന്നിയ അത് ഞാൻ പ്രകടിപ്പിക്കും. അല്ലാതെ ഒരു ഫീലിങ്സും തോന്നാതെ ഒരാളോടുള്ള വാശിപ്പുറത്തൊന്നും ഒരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞതും. അങ്കിളും മകളെ പോലെ ചിന്തിക്കരുത്. ഒരു ഉപകാരം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തൂടെ? അതെങ്ങനെ നടക്കും? എൻ്റെ മകള് ആഗ്രഹിച്ചൊന്നും നേടാതിരുന്നിട്ടില്ല. ഞാൻ നേടിക്കൊടുത്തിട്ടേ ഉള്ളൂ എല്ലാം. അപ്പോൾ അവളിപ്പോൾ കുറച്ചു കാലമായിട്ട് നിന്നെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും നേടിക്കൊടുക്കേണ്ടത് എൻ്റെ ഒരു കടമയായി പോയില്ലേ? അതിനു വേണ്ടിയാ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര തിരക്കിനിടയിലും അമേരിക്കയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പറഞ്ഞു, എന്താ വേണ്ടത്? എൻ്റെ മകളുടെ സ്നേഹം നീ സ്വീകരിക്കണമെങ്കിൽ ഞാൻ എന്ത് തരണം? രണ്ടുപേരും നന്നായി ആലോചിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാൽ മതി. ഹലോ, എന്തു പറ്റി? രണ്ടുപേരും ചിന്ത എന്താടാ? ബാക്കി പറയാൻ അറിയുന്നില്ലേ നിനക്ക്? നിനക്കറിയാലോ, എനിക്ക് മലയാളം അങ്ങനെ അത്ര ഫ്ലുവൻ്റ് അല്ല. അതുകൊണ്ട് പറ്റിയ ഒരു മിസ്റ്റേക്ക്. ആ വേർഡ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഞാൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ രണ്ടുപേരും എന്തോന്ന് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആരു, നീ എന്തിനാ അവന്റെ അടുത്ത് ഒന്നുമില്ലാന്ന് പറയുന്നത്? ഉള്ളതുപോലെ നിനക്ക് അങ്ങ് പറഞ്ഞൂടെ? എന്താ അഞ്ജു, എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറയാൻ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ ചിലപ്പോ അത് വലിയൊരു പ്രശ്നമായി തീരാം. ഇന്ന് വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കോളേജ് വിട്ട് വരുമ്പോൾ ആ ജാൻവിയുടെ അച്ഛൻ വന്ന് ഞങ്ങളെ വണ്ടി ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ഭീഷണിയാണോ എന്നറിയില്ല, ചെറിയ രീതിയിലൊന്ന് ത്രട്ടണിങ് ചെയ്തു. അതാ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹോ, അയാൾക്ക് ഈ മാഫിയ കിങ് അർജുൻ്റെ ബോയ് ഫ്രണ്ടിനെ ത്രട്ടണിങ് ചെയ്യാനുള്ള കഴിവൊക്കെ
ഉണ്ടോ ആവോ? ഉം, എന്താ പറഞ്ഞത് അത് പറ. എന്തുകൊണ്ടാ ജാൻവിയെ ഇവൻ ഇഷ്ടപ്പെടാത്തതെന്നും ജാൻവിക്ക് എന്താ കുറവെന്നൊക്കെയാ ചോദിച്ചത്. പക്ഷേ ഇവൻ പറഞ്ഞു അവന് അവളോട് അത്ര ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല, അതുകൊണ്ടാണെന്ന്. പക്ഷേ ആളെ വിടാനുള്ള ഉദ്ദേശം ഉണ്ടായില്ല. വീണ്ടും ആലോചിച്ചിട്ടൊക്കെ പറയാൻ പറഞ്ഞു. അർജു, എന്തു വേണം നീ പറഞ്ഞോ, അതുപോലെ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാമെന്ന്? ഇതാ ഞാൻ പറഞ്ഞത് അവൻ്റെ അടുത്ത് പറയണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങളിത് എന്തു പുറപ്പാടാ? ആദ്യം ഇത് വലിയ ഇഷ്യൂ ആവോ എന്നറിയട്ടെ, എന്നിട്ട് പോരെ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആരു, നീ എന്തിനാണ് പേടിക്കുന്നേ? ഞാനൊരു മാഫിയ കിങ് ആണെന്ന് നിനക്കറിയാലോ. നിന്നെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് നോക്കിയാൽ പോലും അവനെ ഞാൻ വെറുതെ വിടില്ല. അതും നിനക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളെ ഇത്തരത്തിലൊന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കണം, അതാണോ നീ പറയുന്നത്? അർജു, ഞാൻ അതല്ല പറഞ്ഞത്. ഇതിപ്പോൾ ആള് ജസ്റ്റ് നമ്മളടുത്ത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടാവാണെങ്കിൽ അതിനൊക്കെ നമുക്ക് നിൽക്കാം, അല്ലാതെ വെറുതെ ഇപ്പം നമ്മളായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. അർജു, ആര് പറഞ്ഞത് കറക്റ്റാ. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാണെങ്കിൽ അപ്പം നോക്കാം. നമുക്ക് ആളുടെ മേലൊരു കണ്ണ് വെച്ചാ പോരെ. എന്താണ് കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നല്ല, ഏട്ടന്റെ കല്യാണമൊക്കെ വരല്ലേ, നമുക്കതിങ്ങനെ ഗംഭീരമാക്കാമെന്നുള്ള ഒരു ചെറിയ പ്ലാനിങ്ങാ. അത്രയ്ക്ക് വലിയ ഗംഭീരമൊന്നും ആക്കണ്ട. ചെറിയ രീതിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ കല്യാണം നടത്തി തന്നാൽ മാത്രം മതി. അല്ലാതെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആകെയുള്ള ഒരു ഏട്ടനല്ലേ. അപ്പോൾ ഏട്ടൻ്റെ കല്യാണം അടിച്ചു പൊളിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ ഏട്ടൻ അതിനു ഒന്നും പറയണ്ട, ഞങ്ങളുടെ ഇതെന്തായാലും തകർക്കാൻ തീരുമാനിച്ചു. भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल की ज़मीं को तेरे ही नाम करूं, खुद को मैं यूं खो दूं कि फिर ना कभी पाऊं. മോളെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? പപ്പ, എനിക്ക് ആരവിനെ വേണം. നോ കോംപ്രമൈസ്. എനിക്കറിയാം പപ്പ ഇത്രയും കാലം എനിക്ക് വേണ്ടി എല്ലാം നേടിത്തന്നിട്ടേ ഉള്ളൂ. പക്ഷേ അതുപോലെ ഒന്നുമല്ല. അതൊക്കെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ജീവിത ലക്ഷ്യം തന്നെയാണ്. എനിക്ക് ആരവനെ വേണം പപ്പ. ജാൻവി, നീ വിഷമിക്കണ്ട. എൻ്റെ മോളുടെ ആഗ്രഹമൊന്നും ഈ അച്ഛൻ നടത്തി തരാതിരുന്നിട്ടില്ലല്ലോ. ഇതും നടത്തി തരും. അച്ഛൻ്റെ ഈ കോടിക്കണക്കിന് സ്വത്തുക്കൾ കൊടുത്തിട്ടാണെങ്കിലും ശരി, എൻ്റെ മോള് ആഗ്രഹിച്ചത് എല്ലാം ഈ അച്ഛൻ നേടിത്തരും. അതുപോലെ തന്നെ ഇതും നേടിത്തരും. അതിന് എവിടെ വരെ പോവാനും ഈ അച്ഛൻ മടി കാണിക്കില്ല. താങ്ക് യു സോ മച്ച് പപ്പ. ഐ ലവ് യു സോ മച്ച്. നമസ്കാരം. കല്യാണാഘോഷമാണല്ലേ, ക്ഷണിക്കാത്ത 2 അതിഥികൾ കൂടിയുണ്ട്. ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. മോളെ, ചേട്ടൻ്റെ കാലി വീഴ്. എന്തിനാ ഇതൊക്കെ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്.
വഴിയെ മനസ്സിലാവും. ഞങ്ങൾ ഒരു പെണ്ണാലോചന, അയ്യോ സോറി, ഒരു ആണിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് മനസ്സിലായില്ല. ഇത് എൻ്റെ മകള് ജാൻവി. ഇവള് ആരോ പഠിക്കുന്ന കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇവൾക്ക് ആരവിനെ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് ആരവ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ പേടിച്ചിട്ടാവും പറയാതിരുന്നത്. അങ്ങനെ വരില്ല. കാരണം അവ എൻ്റെ അടുത്ത് ഒന്നും ഒളിപ്പിച്ച് വെക്കില്ല. എല്ലാം എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരാളോട് ഇഷ്ടം തോന്നിയാൽ അവൻ എന്തായാലും എൻ്റെ അടുത്ത് പറയും. അത് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ എൻ്റെ മകൾക്ക് ആരവിനെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ആരവ് അതിനോടൊരു ഗ്രീൻ സിഗ്നൽ ഇതുവരെ കാണിച്ചിട്ടില്ല. സോ ഞങ്ങൾ ഡയറക്റ്റ്ലി ഫാമിലിയായിട്ട് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, ആരവ് ഇവിടെ ഇല്ലേ? ഇല്ല, ആരവും കൂട്ടുകാരൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക. അവർ വരാൻ കുറച്ച് ലേറ്റാവും. അത് സാരില്ല. എൻ്റെ മകളെ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് ഈ കല്യാണം ഉറപ്പിച്ചാലോ? അത് ഞാനല്ലല്ലോ പറയേണ്ടത്, ആരവല്ലേ. അവന് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കുള്ളൂ. അവൻ വരട്ടെ, അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കിയെല്ലാം. അരവിന്ദൻ എന്നല്ല പേര്. എൻ്റെ മകൾക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്, അത്യാവശ്യം സൗന്ദര്യമുണ്ട്. പിന്നെ എന്തിലാണ് നിങ്ങൾ എൻ്റെ മകളെ വേണ്ടാന്ന് വെക്കുന്നത്? ഞാൻ വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവനിഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ നിർബന്ധിക്കില്ല. അവൻ വരട്ടെ, അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനൊരു ഇഷ്ടം അവൻ്റെ ഉള്ളിലുണ്ടോയെന്ന്. എന്നിട്ട് പറയാം. ഏട്ടാ, അവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ, നിനക്കറിയോ അവരെ? അറിയാതെ പിന്നെ. അതാ ജാൻവി. അവർക്ക് ആരുവിനെ ഇഷ്ടമാണെന്ന്. കുറേ നാളെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇന്ന് തൊട്ട് ആ കോളേജിലുണ്ടോ അന്ന് മുതലേ അവള് ആരുവിൻ്റെ പിന്നാലെ. പക്ഷെ ആരുവിന് തീരെ താല്പര്യമില്ല. അവൻ എത്ര വട്ടം അവളുടെ അടുത്ത് പറഞ്ഞു എന്നറിയോ അവൻ ഈ റിലേഷന് താല്പര്യമില്ല എന്ന്. എന്നിട്ടും പിന്നാലെ പട്ടിയുടെ പോലെ വന്നുകൊണ്ടിരിക്കുക, ഒരു നാണവും ഇല്ലാതെ. ഓഹോ, അങ്ങനെയാണല്ലേ. അവര് കല്യാണാലോചനയൊക്കെ കൊണ്ടാ വന്നത്. കല്യാണാലോചനയോ? എൻ്റെ ഏട്ടാ, ഈ സാധനത്തിനെ പോലൊരു സാധനം ആ ലോകത്ത് വേറൊന്നുമില്ല. ഏട്ടൻ ഇക്കാര്യം അവൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട, അവൻ്റെ മൂഡ് ഓഫാവും. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എന്തിനാ അവൻ്റെ മൂഡ് കളയുന്നേ? ഇതിപ്പോൾ നമ്മൾ രണ്ടാളറിഞ്ഞാൽ മതി. കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അവൻ്റെ അടുത്ത് സാവധാനം പറയാം. നീ പറഞ്ഞത് തന്നെ ശരി. ഞാനായിട്ടിപ്പോൾ ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ടത് സംസാരിക്കാം. ഇപ്പോഴാണ് ഇത് ഒരു വീടായത്. അപ്പോൾ ഇത്രയും നാളും ഇത് വീടായിരുന്നില്ല എന്നാണോ നീ പറയുന്നത്? അതല്ലട പൊട്ട, ഒരു പെണ്ണ് വേണം എപ്പോഴൊരു വീട്ടിൽ, അപ്പോഴേ അതിനൊരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ചത്.
അല്ലാതെ വേറൊന്നുമല്ല. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ അടിച്ചു പൊളിക്കാല്ലേ. ഏട്ടത്തമ്മയായി, ഏട്ടനുമായി, ആഹാ നല്ല അടിപൊളി ഫാമിലി. ആ, നാളെ തൊട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പോവാ. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നിനക്ക് താമസിക്കാൻ നിന്റെ വീടില്ലേ? പിന്നെ എന്റെ ചേച്ചി അത്, ഞാൻ ഒറ്റയ്ക്ക് അവിടെ എന്ത് ചെയ്യാനാ? അച്ഛൻ അമ്മയും മാത്രല്ലേ വീട്ടിലുള്ളൂ. അപ്പോ എനിക്ക് അവിടെ ഇരുന്ന ബോറടിക്കും. അതുകൊണ്ട് ഞാൻ നാളെ തൊട്ട് ഇവിടേക്ക് താമസം മാറ്റാൻ പോവാ. ആ ബെസ്റ്റ്. അപ്പോഴല്ലേ ശരിക്കും നീ നിന്റെ വീട്ടിൽ നിൽക്കേണ്ടത്. അച്ഛനമ്മ ഒറ്റയ്ക്കാണ് പോലും. അപ്പൊ അവർക്കൊരു കൂട്ട് വേണ്ടേ? അതെന്തിനാ അവർക്ക് കൂട്ട്? അച്ഛന് കൂട്ട് അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് കൂട്ട് അച്ഛനുണ്ട്. എനിക്കല്ല കൂട്ട് വേണ്ടത്. ആ, ഇവള് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, ആരും എവിടെ പോയി? ഞാൻ പോയെന്ന് നോക്കട്ടെ. ആരു, നീ ഇവിടെ നിൽക്കായിരുന്നു? നീ എന്താ ഇവിടെ ചെയ്യുന്നേ ആരു? നീ അത് കാണുന്നുണ്ടോ? അത് കാണാതിരിക്കാൻ ഞാൻ കണ്ണുപൊട്ടനൊന്നും അല്ലല്ലോ. എങ്കി പറ, നീ എന്താ കാണുന്നേ? അത് ചന്ദ്രനല്ലേ? അത് വെറും ചന്ദ്രനല്ല, പൂർണ്ണചന്ദ്രനാ. നിനക്കറിയോ അർജു, എൻ്റെ അച്ഛനമ്മയും കണ്ട ഓർമ്മ എനിക്കില്ല. എൻ്റെ ഏട്ടൻ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. പ്രസവത്തോടുകൂടി അമ്മയും പോയി. പിന്നീട് അങ്ങോട്ട് എല്ലാം എൻ്റെ ഏട്ടനായിരുന്നു. പണ്ടൊക്കെ ഈ നിലാവ് കാട്ടിത്തന്ന എൻ്റെ ഏട്ടൻ എനിക്ക് ചോറ് വാരിത്തന്നതും എന്നെ ഉറക്കിയിരുന്നതൊക്കെ. എൻ്റെ ഏട്ടൻ ഒരു പാവ. ഈ ലോകത്ത് എൻ്റെ ഏട്ടൻ ഏറ്റവും ബെസ്റ്റ് അർഹിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടന് എല്ലാം ബെസ്റ്റ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. ഈ കല്യാണവും ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. നിങ്ങളൊക്കെ കൂടിച്ചേർന്നപ്പോൾ അത് സത്യം പറഞ്ഞ ഗംഭീരായി. അതിന് നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയാന്ന് പോലും എനിക്കറിയില്ല. ഓഹോ, മോൻ ഈ നിലാവ് കണ്ട് സെന്റ് അടിക്കുകയാണോ? സെന്റ് അടിച്ചോന്നല്ല, ഈ നിലാവ് കണ്ടു നിന്നപ്പോ പഴയ പല കാര്യങ്ങളും ഓർമ്മ വന്നു. അത് പറഞ്ഞേ ഉള്ളൂ. ഓഹോ, മതി മതി നിലാവ് കണ്ടു നിന്നത്. അധികം നിലാവ് കണ്ട് ഇവിടെ നിന്നാ നിന്നെ ഏതെങ്കിലും ഗന്ധർവൻ പിടിച്ചു കൊണ്ടുപോകും. എന്നെ അങ്ങനെ ഒരു ഗന്ധർവനും പിടിച്ചു കൊണ്ടുപോകില്ല. കാരണം എന്നെ ഓൾറെഡി ഒരു ഗന്ധർവൻ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോ ഞാൻ ഗന്ധർവനാണെന്ന് നീ സമ്മതിച്ചു അല്ലേ? ഇന്ന് നിന്റെ ഏട്ടൻ്റെ ഏട്ടത്തിയുടെയും ഫസ്റ്റ് നൈറ്റ് അല്ലേ? അപ്പോ എങ്ങനെയാ, നമുക്കും ഒന്ന് നോക്കിയാലോ? മിസ്റ്റർ അർജുൻ, അതിന് വാങ്ങി വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്ക്. അത് നടക്കാൻ പോണില്ല. അതെന്താ നടക്കാൻ പോണില്ലാത്തേ? അർജു, ആരെങ്കിലും കാണും, മാറി നിന്നേ. കണ്ടാ ഇപ്പെന്താ? അതെ, ഇത് നിന്റെ ന്യൂയോർക്ക് അല്ല. ഇവിടെ കേരളത്തില് ഇതൊന്നും പബ്ലിക്കായിട്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോ പബ്ലിക് അല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ? എങ്കിലെങ്ങനെയാ, ബെഡ്റൂമിലേക്ക് പോവല്ലേ? ഹലോ, നീ ഇവനെ വിളിക്കാൻ വന്നിട്ട് നീ ഇവിടെ നിൽക്കാണോ? വന്നേ രണ്ടുപേരും. അവിടെ ഏട്ടനേട്ടത്തെ അന്വേഷിക്കുന്നുണ്ട്. ഈ കുരിശ് സമ്മതിക്കൂല. ഡാഡി, നമുക്ക് കുറച്ച് അന്വേഷണം കൂടി നടത്താനുണ്ട്. അന്ന് നമ്മൾ ചോദിച്ചപ്പോ ആരവുമായിട്ട് അവൻ ഒരു റിലേഷനും ഇല്ലാന്നാ പറഞ്ഞത്. പക്ഷേ ആ ആരവിനെ രക്ഷിക്കാൻ അവൻ കാണിച്ച ഓരോ കാര്യങ്ങളും ഓർക്കുമ്പോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. അതുമാത്രല്ല, അവൻ ന്യൂയോർക്കിൽ നിന്ന് അതൊക്കെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരികയും അതുപോലെ തന്നെ
അവന്റെ ഫാമിലിയുടെ കല്യാണം നടത്തുകയും എല്ലാം ചെയ്തത് ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ സംതിങ് റോങ്. നീ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് അവനെ ഒന്ന് വാച്ച് ചെയ്യണം. ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റാത്തിടത്ത് ബുദ്ധി കൊണ്ട് ജയിക്കാമല്ലോ. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. നമുക്ക് അപ്പോ ബുദ്ധി ഉപയോഗിക്കാം, എന്നിട്ട് അവനെ തോൽപ്പിക്കാം. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? ഡാഡി, അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഡാഡി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? They are boys. രണ്ട് ബോയ്സ് തമ്മിലുള്ള റിലേഷൻ കേരളത്തിൽ അത്രയ്ക്കങ്ങ് പോപ്പുലർ അല്ല. സോ അതെങ്ങാനും പബ്ലിക് ആയാലുള്ള അവസ്ഥ ഡാഡിക്കറിയും. ആരുടെ കോളേജിൽ അതറിഞ്ഞാലോ? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആലോചിച്ച് നോക്ക്, അപ്പൊ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇത് സത്യമാണോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ.